الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وحزم الأحزاب وحده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون صدق الله العلي العظيم إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇത്രയും സ്നേഹാദുള്ളതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ആദർശമാർഗത്തിൽ ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരിമാരെ, സ്നേഹനിധിയായ നാഥൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരുടെ നിലക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും കേവലം യാന്ത്രികമായി ചെയ്യുന്നതിനേക്കാൾ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ എടുക്കുന്നത് വലിയ ടാസ്കുകളാണെങ്കിലും അതിന് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം, അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രചോദിതരാക്കാറുണ്ട്. ചിലപ്പോ വളരെ ഇഷ്ടപ്പെട്ട സംഗതികളാണെങ്കിലും അതിൻ്റെ റിസൾട്ടുകൾ ആലോചിക്കുമ്പോൾ നമ്മൾ പിന്തിരിയുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അനിഷേധ്യമായ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? ചില സൂചനകൾ നൽകാനാണ് ഈ ഖുതുബയിലൂടെ ആഗ്രഹിക്കുന്നത്. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ വിശ്വാസികളെ, അതേപോലെ തന്നെ നിഷേധികളെ, മുനാഫിക്കുകളെ, ദുനിയാവിൽ ജീവിച്ച ഓരോ മനുഷ്യരെയും വ്യത്യസ്ത കാറ്റഗറികളാക്കി തിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ അസ്ഹാബുൽ യമീൻ, അവർ വലതുപക്ഷക്കാരായിരിക്കും.
അവർ നന്മയുടെ ആളുകളാണ്. ഒരു വിഭാഗം ആളുകൾ അസ്ഹാബു ഷിമാൽ, അവർ ഇടതുപക്ഷക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തിന്മ ചെയ്ത ആളുകളാണ്, അതിന് മുൻതൂക്കം നൽകിയ ആളുകളാണ്. പക്ഷെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, അവര് സാബിഖീങ്ങളാണ്. ഒരു സാധാരണ ഈ എക്സാമിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ 2-3 കാറ്റഗറി ഉണ്ടാവുമല്ലോ. ഒന്ന് വിജയിച്ച ആളുകള്, രണ്ടാമത്തെ പരാജയപ്പെട്ട ആളുകള്, മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ടോപ്പേഴ്സ് ആളുകൾ അല്ലെ. അവരായിരിക്കും എല്ലാത്തിലും മുൻപന്തിയിൽ ഉണ്ടാവുക. ഈ ടോപ്പേഴ്സ് ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സാബിഖൂൻ എന്ന പ്രയോഗം നടത്തുന്നത്. വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ചാരത്ത് പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് അസ്സാബിഖൂൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് പരലോക ജീവിതത്തിൽ എത്തുമ്പോൾ ആ സ്ഥാനം ഒരു മനുഷ്യൻ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവൻ അങ്ങനെ നേടാനുള്ള അവസരം ഉണ്ടാവില്ല. ജീവിതത്തിൽ പല നഷ്ടങ്ങളും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. പരാജയങ്ങള് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കല് ഒരു മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട സ്ഥാനം പിന്നീട് അതിൽ മറ്റൊരു ഓപ്ഷൻ മനുഷ്യന് നൽകപ്പെടാത്തൊരു സാഹചര്യത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അസ്സാബിഖൂൻ. നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമുക്ക് സ്വർഗത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ പരലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, എനിക്ക് തോന്നുന്നത് സ്വർഗത്തിലെ കേവലം അനുഗ്രഹത്തെക്കാള് അള്ളാഹുവിനെ കാണണം. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കണം. അതുകൊണ്ടല്ലേ ആസിയ ബീബി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹവും ലഭിച്ചിട്ടും ആസിയ ബീബി എന്താ പ്രാർത്ഥിച്ചത്? എല്ലാം കിട്ടിയല്ലോ. അന്നത്തെ ഏറ്റവും വലിയ രാജാവിന്റെ ചക്രവർത്തിയുടെ ഭാര്യയാണ്. എന്താ പറഞ്ഞത്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. പക്ഷെ എനിക്ക് വേണ്ട എന്താണ്? ഇൻദക, നിന്റെ ചാരത്തൊരു കൊച്ചു വീട് അല്ലെ. അള്ളാഹുവിന്റെ ചാരത്ത് എത്തിച്ചേറിയ വിശ്വാസികളുടെ സ്വപ്നമാണ്. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകി മുഖ്തദിർ. സൂറത്തുൽ ഖമർ പറയാണ്, രാജാതിരാജനായ അള്ളാഹുവിന്റെ ചാരത്തൊരു സ്പേസ്, അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആരെയാ മീറ്റ് ചെയ്യാൻ പറ്റാം? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. ജീവിതത്തിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും കൺകുളിർക്കെ കാണാൻ കൊതിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആരാ ഉണ്ടാവുക? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ സ്വാലിഹീൻ അല്ലെ. പ്രവാചകന്മാർ മാത്രമല്ല ഉന്നതമായ സ്ഥാനത്ത് ഉണ്ടാവുക, സിദ്ദീഖീങ്ങളായ ആളുകൾ, ശുഹദാക്കളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ. ഈ ആളുകളാണ് സാബിഖൂൻ, മുന്നേറിയ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്തരം ആളുകൾ ഉൾപ്പെടേണ്ടതുണ്ട്. യഥാർത്ഥത്തില് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താ ചോദിച്ചു കഴിഞ്ഞാല്, സാധാരണ പറയാറുണ്ട് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് അല്ലെ. നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന ആ റിസൾട്ടിനെ കുറിച്ചുള്ള, ആ റിവാർഡിനെ കുറിച്ചുള്ള ആലോചനയും ചിന്തയും നമ്മൾ അതിന് പ്രേരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയില് മുത്തഖീങ്ങളെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹു ഈസ് എ മുത്തഖി, ആരാണ് തഖ്വ എന്ന് പറയുമ്പോൾ അല്ലാഹു പ്രത്യേകമായി പറയുന്നത് എന്താ? വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവർ ആഖിറത്തിലെ കേവലം വിശ്വസിക്കുന്നവരല്ല, മറിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രചോദനവും ആഖിറമായിരിക്കും അല്ലെ. എൻഡ്, ആഖിറ എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ്, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. അതിനെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും അവർ മുമ്പോട്ട് നയിക്കുന്ന ഘടകം. നമ്മൾ സാധാരണ നമസ്കരിക്കാറുണ്ടല്ലോ, തറാവീഹ് നമസ്കരിക്കാറുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് സൂറത്തുൽ സുമറിൽ അല്ലാഹു പറയുന്നുണ്ട്, അമ്മൻ ഹുവ ഖാനിതുൻ. അവര് അള്ളാഹുവിനോട് ഭക്തിയുള്ള ആളുകളാണ്. ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമ. അവരെന്താ ചെയ്യാ? രാത്രിയുടെ അന്ത്യയാമങ്ങളില് സുജൂദിലും ദീർഘമായി ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന ആളുകളായിരിക്കും അവർ. അത് എപ്പോഴുള്ള അവസ്ഥയെ പറയുന്നത് കേട്ടോ. റമദാന്റെ അവസാനത്തെ 10-ലോ റമദാന്റെ രാത്രികളിലോ മാത്രമല്ല, എപ്പോഴും ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന ആളുകളാണ്. യഹ്ദറുൽ ആഖിറ. അവർക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്താണ്? ആഖിറത്തിനെ കുറിച്ചുള്ള നിതാന്തമായ ജാഗ്രത. വയർജു റഹ്മത റബ്ബിഹി.
അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ പ്രതിഫലം അവർ ആഗ്രഹിക്കുക. എന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഈ തിരിച്ചറിവ് കിട്ടിയ ആളുകൾ അല്ലാത്തവർ ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്ത, ആലോചന നമുക്ക് ഉണ്ടാവണം. ആ ആലോചന ഉണ്ടായി തീരാനുള്ള വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും പരാമർശിച്ച അവിടുത്തെ ചില അനുഭവങ്ങളെ കുറിച്ച് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വസിയഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. ആദ്യം പറയണം, നിഷേധികളെ ആളുകൾ അവര് നരകത്തിലേക്ക് നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. നമ്മൾ ശരിക്കും മൈൻഡ് കാണണം കേട്ടോ. അവിടെ എത്തുമ്പോ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും. നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഈ ജയിലിന്റെ അടുത്തൊക്കെ ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? പറവുകാര് തുറന്നു കൊടുക്കും, കയറി എന്ത് ചെയ്യും? അടക്കും, അല്ലെ? അങ്ങനെ നരകത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ. അപ്പോൾ അതിന്റെ കാവൽക്കാർ, അവിടെയും കാവൽക്കാരുണ്ട്, അവർ ചോദിക്കും, അലം യഅതികും റസുലുൻ മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും. അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ? അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് വന്നിരുന്നില്ലേ? വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ. ഈ ദിനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന. നമ്മൾ എന്തിനാ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നുണ്ട്, ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഈ ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് എന്ത് ചെയ്യും? അതൊരു മാറ്റത്തിന് കാരണമാകും. അവർ പറയും, ഖാലു ബല, അങ്ങനെ വന്നിരുന്നു, വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബിൽ കാഫിരീൻ. എന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നിഷേധികൾക്ക് അവരുടെ ശിക്ഷ ഉറപ്പായ സന്ദർഭമാണത്. അവിടെ ചിന്തിക്കാൻ മറ്റൊരു വശവുമില്ലെന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു പറയും, ഖീല ദഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ. നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക, നരകത്തിന്റെ കവാടത്തിലൂടെ. അവിടെ നിങ്ങൾ ശാശ്വതരായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലേവനത, ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ പിശാച് തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്ത്? നരകത്തിൽ കിടന്നാലും കുറച്ചു കാലം കഴിഞ്ഞാലും കഴിച്ചിലാവും. അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചു കാലം കഴിഞ്ഞാലും കഴിച്ചിലാവും, അല്ലെ? അങ്ങനെ ചില തോന്നിപ്പിക്കൽ ആളുകൾക്കുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 30-ലധികം തവണ, ഏകദേശം 34 തവണ നരകത്തെ കുറിച്ച് ഖുൽദ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായിരിക്കുന്ന പ്രയോഗം നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ശാശ്വതമായ ശിക്ഷ മാത്രം ലഭിക്കുന്ന ഒരു തിരിച്ചറിവിനോ തിരിച്ചുപോക്കിനോ അവസരം ലഭിക്കാത്ത കാലം. അള്ളാഹു എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? അല്ലെ? അവിടെ മരണമില്ല, ജീവിതമില്ല. ചില സൂചനകൾ മാത്രം നൽകുക. മരണമില്ല, ജീവിതമില്ല. കാരണം ദുനിയാവില് മനുഷ്യർ അങ്ങനെ ഉണ്ടാവുമല്ലോ. കുറെ ടെൻഷനൊക്കെ അടിച്ചാല് അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഇപ്പൊ ഒരു ട്രെൻഡായി മാറുന്നുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യം യൂത്തനേസിയ എന്ന് പറയും, അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരാള് സ്വന്തത്തെ വധിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാണ്, അല്ലെ? അപേക്ഷ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അല്ലെ? ദയാവധം നമ്മൾ കേട്ടിട്ടുണ്ട്, മേഴ്സി കില്ലിംഗ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല ഓപ്ഷൻ മനുഷ്യൻ തേടാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയില്ല. ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ആലോചിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു എന്താ പറയുന്നത്? സൂറ നബയിൽ അള്ളാഹു പറയാണ്, വയഖൂലുൽ കാഫിറു. നിഷേധിയായ മനുഷ്യൻ പറയും, യലൈതനി കുൻതു തുറാബ. അല്ലെ? ദുനിയാവിൽ മനുഷ്യർ പൊതുവെ എന്താണ്? തന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തു സ്പെൻഡ് ചെയ്യും, അല്ലെ? നമ്മളിത് നിരന്തരമായി കാണുന്ന കാഴ്ചകളാണ്. എന്തും കൊടുക്കാൻ തയ്യാറാവും. പക്ഷെ അവിടെ മനുഷ്യൻ എന്താ ആഗ്രഹിക്കുക? നരകത്തിലെത്തിയ വ്യക്തി, യലൈതനി കുൻതു തുറാബ, പടച്ചോനെ ഒന്നെനിക്ക് മണ്ണായാൽ മതിയായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം കഠിനതരമായ ശിക്ഷയായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ മനുഷ്യൻ അനുഭവിക്കുന്നത്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ, ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ. ശരിക്കും ആലോചിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അനിഷേധ്യമായ യാഥാർത്ഥ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ അഹ്വൻ എന്നാ പ്രയോഗിച്ചത്. അവന് അവന് തീയുടെ 2 ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടും. അപ്പൊ അവന്റെ തലച്ചോറ് ഇങ്ങനെ തളിച്ചു മറിയട്ടോ.
ഉരുളി തിളക്കുന്ന പോലെ. അത് ചെരുപ്പിട്ടത് കാരണത്താൽ തലച്ചോറ് വരെ തിളച്ച് മറിയും. അവന്റെ ശരീരം ഇങ്ങനെ ഉരുകി ഒലിക്കുന്നുണ്ടാകും. അവൻ വിചാരിക്കുന്നതാണോ തന്നേക്കാൾ ശിക്ഷ കിട്ടുന്ന ഒരാളും നരകത്തില്ലെന്ന് അവൻ വിചാരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം സാധാരണ പറയുന്നത് അൺസഹിക്കബിൾ ആണ്, അല്ലെ? സഹിക്കാൻ പറ്റാത്ത ശിക്ഷയാണെന്ന് അതിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം അത്രയും കഠിനമായിരിക്കും നരകത്തിലെ ശിക്ഷ എന്ന് പറയാം. അതിന് വ്യത്യസ്ത വശങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തില് നമ്മള് ഇങ്ങനൊരു പരിണതി നമ്മൾ ആരും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അല്ലെ? ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വല്ലാതെ ഒരു നിർവികാരതയോടെയാണ് പലപ്പോഴും നമ്മൾ പറയുന്നതോ കേൾക്കുന്നതോ, അല്ലെ? ഇത് സംഭവിക്കോ ഇല്ലയോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആഖിറത്തിനെ കുറിച്ചുള്ള യഖീൻ ഇല്ലാത്തത് കാരണം പലപ്പോഴും നമ്മൾ നിർവികാരതയോടുകൂടി ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ജാഗ്രതയും ബോധ്യം ഉണ്ടാവണം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് അവിടെയുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത്, സാധാരണ നമുക്ക് വേദനിക്കുന്ന ഇതെവിടെയാണ്? നമ്മുടെ തൊലിക്കാന്ന് പറയും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? തൊലി വേദനിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്യാ? അത് ഖുർആന്റെ ഒരു മിറാക്കിളായി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ നിസായിൽ പറയാട്ടോ, അവരുടെ തൊലികള് ഇങ്ങനെ കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു എന്താ ചെയ്യാ? അത് കരിഞ്ഞ് തീരാൻ സമ്മതിക്കൂല. അപ്പത്തേക്ക് പുതിയ തൊലി കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിക്ഷ നിരന്തരമായിട്ട് എന്ത് ചെയ്യും? മനുഷ്യന് കിട്ടും. ഇങ്ങനെ ശിക്ഷ എന്ത് ചെയ്യും? നിരന്തരമായി കിട്ടും. ഒരു ഘട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യൻ ആ നരകത്തിന്റെ ഇന്ധനമായി മാറുന്ന ഘട്ടത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം, ജാഗ്രത നമുക്കുണ്ടായിത്തീരണം. അന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? ഒരു മനുഷ്യൻ ജീവന് വേണ്ടി കൊതിക്കുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും നരകത്തിന് രക്ഷപ്പെടണം. എന്റെ ആഗ്രഹത്തിന്റെ ഒരു ഡെപ്ത് സൂറത്ത് സുമൽ അല്ലാഹു പറയുന്നുണ്ടാണോ? കാരണം ദുനിയാവില് പലപ്പോഴും മനുഷ്യൻ പരലോകം നഷ്ടപ്പെടുത്തുക എന്തിന്റെ പേരില്ല? സമ്പത്തിന്റെ പേരിൽ, അല്ലെ? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ തള്ളി പറയുന്ന ആളുകളുണ്ട്. തനിക്ക് ഏറ്റവും പ്രിയപ്പെടേണ്ട സഹോദരന്മാരുടെ അകന്നു നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനൊക്കെ ആളുകൾ നമ്മളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൗഭാഗ്യമാൽ ഉൾപ്പെടെങ്കിൽ ബന്ധങ്ങളൊക്കെ നന്നാക്കുക, അല്ലെ? ആരൊക്കെ ആക്ഷൻ എടുത്ത് അറിയില്ല. നമ്മുടെ ഈഗോ ചിലപ്പോൾ നമ്മളെ സമ്മതിക്കൂല, നമ്മുടെ ഈഗോ ചിലപ്പോൾ അതിന് നമ്മളെ അനുവദിക്കൂല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോ ദുനിയാവിലെ ചെറിയ ഇതിനു വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തി എന്താ പറയാന്നോ? അല്ലാഹു എന്താ ചെയ്യാന്നോ? ഒരു മനുഷ്യന് ദുനിയാവ് മൊത്തം കൊടുക്കും. രണ്ട് ദുനിയാവ് കൊടുക്കും കേട്ടോ. അപ്പൊ ബിൽഗേറ്റ്സും ജെഫ് ബെസോസും ഇലോൺ മസ്കും വാരൻ ബഫറ്റും സുഖബഗും ഒരാളും അവൻ്റെ അടുത്ത് എത്തൂല. അത്രയും സമ്പത്ത് ഉണ്ടാവും, അത്രയും ഉണ്ടാവും. ദുനിയാവിൽ കിട്ടിയാൽ അവന് കണ്ണഞ്ചി പോകുന്ന സമ്പത്ത് ഉണ്ടാവും. ഭാഗ്യവാനെന്ന് ആളുകൾ പറയും. പക്ഷേ അവൻ എന്താ പറയാ? ഇതൊക്കെ കിട്ടുന്ന മനുഷ്യൻ അവിടെ തിരിച്ചറിവ് നേടും. എന്താ പറയാ? അത് സ്വർഗം വേണമെന്ന് പറയുന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് പറയുക, എന്നെ നരകത്തിന് രക്ഷിക്കാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ പകരം എടുത്തു എന്ന് എന്ത് ചെയ്യുന്നു? അവൻ പറയും. ഇതിലപ്പുറം പറയണമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാജ് മിഅ്റാജ് വേളകളിൽ സ്വർഗ നരകങ്ങളിലെ അനുഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ലൗ തഅലമൂന മാ അലം. സ്വഹാബിയോട് പറയാണ്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലളഹിത്തും ഖലീല വലബഖൈതും കസീറ, നിങ്ങൾ കുറച്ച് ചിരിക്കുള്ളൂ, നല്ലൊരു ശതമാനം നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ സ്വഹാബികൾ തേങ്ങി കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഖുർആന് അതിനെ മനസ്സിലാക്കാൻ പാകത്തിൽ, യുക്തിയെ ബോധ്യപ്പെടുത്താൻ പാകത്തിൽ പരലോകത്തിന്റെ തെളിവുകൾ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ജാഗരൂകരാവുക. അങ്ങനെ പേടിച്ചു കഴിയാൻ അല്ല ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്, മറിച്ച് ജാഗ്രതയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നരകത്തെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരും. എന്താ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത്? വസിഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകൾ, നോമ്പിലൂടെ നമ്മൾ തഖ്വയാണ് കൈവരിക്കുന്നത്, അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ. അവിടെ എത്തുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹ സലാമുൻ അലൈക്കും. അതിന്റെ കാവൽക്കാര് അവർ അഭിവാദ്യം ചെയ്യും, അവരെ സ്വീകരിക്കും. അല്ലെ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശാശ്വതമായ സ്വർഗത്തിലേക്ക് അവർ ആനയിക്കുമെന്ന് പറയുന്നത്. അവർ പറയും വഖാലു അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. വാഗ്ദാനം പൂർത്തീകരിച്ച അല്ലാഹുവിന് സ്തുതി പറയുകയാണ്. വഅറസനൽ അർള നതബവ്വഉ മിനൽ ജന്നത്തി ഹൈതു നശാ. അവർ പറയുന്നത് എന്താ? സ്വർഗത്തിൽ ഇഷ്ടമുള്ള ഇടങ്ങളിൽ അവർക്ക് താമസിക്കാവുന്നതാണ്. ഫനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പടച്ചവന് വേണ്ടി അമലുകൾ ചെയ്ത ആളുകൾക്കുള്ള അനുഗ്രഹം എത്രമാത്രം മഹത്തരമാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ വല്ലാതെ ആനന്ദം പകരും, അല്ലെ, സന്തോഷം പകരും. നമ്മുടെ യാത്രകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒക്കെ ഈ ഒരു ഓർമ്മ നമുക്ക് പ്രചോദനം നൽകിയതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. ഹദീസുകളിൽ ഈ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അള്ളാഹു ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശറാഖിൻ അലി. സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറിനോട് അത്രയും അടുത്താണ്. അഖറബു, അതിനേക്കാളും അടുത്താണ്. വന്നാറു മിസ്ലു ദാലിക്. നരകം അങ്ങനെയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ച്, അതിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആനിൽ കുറെ ഉപമകൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച്, അവിടുത്തെ പാനീയത്തെ കുറിച്ച് പലതും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ എത്തീസ്റ്റുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്ത്? സ്ത്രീകൾക്ക് ഇന്ന് അനുഗ്രഹം, പുരുഷന്മാർക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കുന്ന, സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല, ഇങ്ങനെ കാണുന്നത് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന പ്രയോഗം എന്താണ്? അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, മുന്നേറിയ ആളുകൾ. ഉലൈകൽ മുഖറബൂൻ, അവർ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ആളുകളാണ്. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങൾ അവരുണ്ടാവുക. അവിടെ അവർക്ക് എന്താ കിട്ടുക? ദുനിയാവില് മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന എല്ലാം അവിടെ എന്ത് ചെയ്യുന്നു? അകറ്റപ്പെടുന്നു. അതൊരു പ്രയോഗമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. അതായത് അവർക്ക് അവിടെ മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരില്ല, കുറ്റപ്പെടുത്തലുകളില്ല, അസ്വസ്ഥതകളില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ. അല്ലെ, എല്ലാവർക്കും വേണ്ടെന്താ? സാറ്റിസ്ഫാക്ഷൻ, കണ്ടന്റ്മെന്റ്, ഒരു സമാധാനം. ഈ സമാധാനത്തിന്റെ ഗേഹമാണ് സ്വർഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ആ സമാധാനത്തിന്റെ ഗേഹമാണ് സ്വർഗം. അവിടെ മനുഷ്യൻ സംതൃപ്തനായിരിക്കും. അപ്പൊ ചോദിക്കും, അവൻ എന്താ അനുഗ്രഹം കൊടുക്കുക? പലതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഓരോന്നും സ്പെസിഫിക് പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ഖാഫിൽ, ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അല്ലാഹു പടച്ചവന്റെ ഒരു കഴിവ് നമുക്ക് തരാണ്. എന്താണ് പടച്ചവന്റെ കഴിവ്? അല്ലാഹു കുൻ ഫയകുൻ. അല്ലാഹു വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും, അല്ലെ? ഈ കഴിവിന്റെ ഒരു വിഹിതം അല്ലാഹു നമുക്ക് തരികയാണ് സ്വർഗത്തിൽ. എന്താ തരുന്നത്? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ആഗ്രഹിക്കുന്നതൊക്കെ, ഉദ്ദേശിക്കുന്നതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. നമ്മൾ ആലോചിച്ചു, ആ കഴിവ് അള്ളാഹു നമുക്ക് തരികയാണ്. അത് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയിട്ട്. അപ്പൊ നമുക്ക് ആഗ്രഹിക്കുന്ന ഒക്കെ ലഭിക്കും. അപ്പൊ നമ്മളിങ്ങനെ സ്പെസിഫിക്കലി ഇന്നെന്ന് പറയണുണ്ടോ? അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും പറയുന്നതാണ്. അങ്ങനെ ഉണ്ടല്ലോ, പുരുഷന്മാർക്ക് എന്താണ്? വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അല്ലെ, ഹൂറുൽ ഐൻ ഉണ്ട്, കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അല്ലെ, പവിയം പോലെയുള്ള, കണ്ണാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഹൂർലിങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോ എന്താ എത്തിസ്റ്റുകൾ പറയാനുള്ളത്? എന്തല്ലേ ഇത്, പുരുഷന്മാർക്കുള്ളതാണ് സ്വർഗം? അങ്ങനെയല്ല, ആഗ്രഹിക്കുന്നൊക്കെ ലഭിക്കും. ഒരു ഉദാഹരണം പറയാം മനസ്സിലാവാൻ. ഖുർആനെ കുറിച്ച്, അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. സൂറത്തുൽ കഹ്ഫില് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച വന്ന സൂറയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. അമലുകൾ ചെയ്ത ഒരാളുടെ അമല്, ലാ നുദിഉ അമല ആമിലു മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ എന്നൊരു പ്രയോഗം സൂറ ആലി ഇംറാനിലുണ്ട്. ഒരാളുടെ കർമ്മഫലം അല്ലാഹു എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടുത്തൂല. അല്ലാഹു പറയുന്നത് എന്താ? അവർക്ക് സ്വർഗീയ ആരാമങ്ങളുണ്ട്.
യുഹല്ലൂന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബ. എന്താ പറയുന്നത്? അവർക്ക് സ്വർണത്തിന്റെ വളകളുണ്ട്, പട്ടുവസ്ത്രങ്ങളുണ്ട്. ഇത് ഖുർആനിലെ ഒരു പ്രയോഗം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആണുങ്ങളായ ആളുകൾക്ക് വല്ല വികാരം ഉണ്ടാവും അല്ലെ, വല്ല ഫീൽ ഉണ്ടാവും അല്ലെ. സ്വർണത്തിന്റെ വളകൾ അടിഞ്ഞ് നടക്കുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. അപ്പൊ എന്തിനാ പറഞ്ഞ് ഇതാർക്കാണ് സന്തോഷം കൂടുതൽ പകരേണ്ടത്? സ്ത്രീകൾക്കാണ് എന്ന് പറഞ്ഞാൽ ചില ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഖുർആന് ഇന്ന ആൾക്ക് കൂടുതൽ പരിഗണന, ഇന്ന ആൾക്ക് കുറവെന്നല്ല, ഓരോരുത്തരും ആഗ്രഹിക്കുന്നു കൊടുക്കുന്നു. ചിലത് പ്രത്യേകമായി പറയുന്നത് മനുഷ്യരെ പ്രചോദിപ്പിക്കാനാണ്. കാരണം അള്ളാഹു റഹ്മാനാണല്ലോ. അള്ളാഹു ആഗ്രഹിക്കുന്നതാണ് എല്ലാവരെയും ഈ സ്വർഗത്തിലേക്ക് നയിക്കണമെന്നാണ്. ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? ഏറ്റവും സുന്ദരമായ ഒരു പ്രയോഗം, ഏറ്റവും കാവ്യാത്മകമായ പ്രയോഗം സൂറത്തു സജ്ദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ. എന്താ പറയുന്നത്? അത് ഒരു സർപ്രൈസ് ആണ്. ഒരാൾക്കും അറിയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ച കണ്ണഞ്ചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും വലിയൊരു സർപ്രൈസ് ആണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നൽകുന്നതാണ് സർപ്രൈസ്. ഇത് അള്ളാഹു നൽകുന്ന എത്ര മഹത്തരമായിരിക്കും നമ്മുടെ അമലുകൾക്കുള്ള പ്രതിഫലമായിട്ട്. ഹദീസിൽ എന്താ പറയുന്നത്? മല ഐനുൻ റഅത് വല ഉദുനുൻ സമഅത് വല ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല, ഒരു ചെവിയും അങ്ങനെ ഒന്നിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ മനസ്സിന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെ പ്രചോദിപ്പിക്കുന്ന പല ക്വസ്റ്റ്യൻസ് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറ ആലി ഇമ്രാനിലെ 2-ാമത്തെ പേജിന്റെ അവസാനത്തിൽ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കണം. അള്ളാഹു നമ്മോട് സംസാരിക്കാണ്. ദുനിയാവിലെ പല അനുഗ്രഹവും പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കാണ്, ഖുൽ ഉനബ്ബിഉകും ബിഖൈരി മിൻ ദാലികും. ഇതിനേക്കാൾ മികച്ച ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് അവിടെ അള്ളാഹുവിന്റെ സ്നേഹം ഫീൽ ചെയ്യണം, അള്ളാഹുവിന്റെ കാരുണ്യം ഫീൽ ചെയ്യണം. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തഖ്വ പുലർത്തുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ എണ്ണി അവിടെ പറയാണ്. അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഈ സ്വർഗമാണെന്ന് പറയുകയാണ്. ഇത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്, അനുഭവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഈ ദുനിയാവിന്റെ നശ്വരതയിൽ കുടുങ്ങി യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് മറക്കുന്നത്. നമ്മള് സൂറ യാസീനില് സ്വാഹിബ് യാസീന്റെ കഥ കേട്ടിട്ടുണ്ട് അല്ലെ? സ്വാഹിബ് യാസീൻ മദീനത്തി റജുലു യസ്ആ. അവിടെ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അള്ളാഹുവിനെ സമർപ്പിച്ചതിനാൽ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം ബർസഖിയായ ജീവിതത്തിൽ എത്തിയെന്ന് പറയുന്നത് നമുക്ക് പിന്നീട് കഴിയുമെങ്കിൽ വിശദീകരിക്കാം. ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്കും ദുനിയാവിനും അല്ലെങ്കിൽ പരലോക ജീവിതത്തിലേക്കും ദുനിയാവിനും ഇടയ്ക്കുള്ള ഒരു ഇടനാഴി അല്ല കേട്ടോ. നമ്മളങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ പരലോകത്തെത്താൻ കുറച്ചു കാലം എടുക്കുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ്, അങ്ങനെയല്ല. മനോഹരമായ ഒരു ലൈഫായിരിക്കും വിശ്വാസികൾക്ക് ഖബറിലുണ്ടാവുക, നിഷേധികൾക്ക് നേരെ തിരിച്ചു. മനോഹരമായ ലോകം തന്നെയാണ് ബർസഖിയായ ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എത്തിയ അദ്ദേഹം പറയുന്നത് എന്താ? ആ സാഹിബ് യാസീൻ പറയുന്നത് ആ കൗമിനെ കുറിച്ചും അവരുടെ നിഷേധത്തെ കുറിച്ചും അവരുടെ വഴികേടിനെ കുറിച്ചും കൃത്യമായി അറിയുന്ന ആ മനുഷ്യൻ പറയാണെന്ത്? തന്നെ കൊന്നുകളഞ്ഞ സമൂഹത്തെ കുറിച്ച് പറയാണെന്ത്? ശരിക്കെന്റെ കൗമ അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറ ലി റബ്ബി, എനിക്കെന്റെ നാഥൻ പൊറുത്തു തന്നതും വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് തന്ന അനുഗ്രഹത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യൂല? അവരൊരിക്കലും ആ നിഷേധത്തിൽ തുടരുകയോ അവർ ദുനിയാവ് ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായി മാറുകയില്ലെന്നൊരു സന്ദേശമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം നൽകുന്നത്. ഒരിക്കല് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, സ്വർഗം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പറയാണ്, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയിട്ട് അങ്ങോട്ട് നോക്കണം. ഫദഹബ ഫനദറ ഇലൈഹ സുമ്മ ജാഅ. ഇത് നോക്കിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം ചെന്ന് നോക്കി. എന്നിട്ട് വന്നിട്ട് പറയാണ്, ഐ റബ്ബി വഇസ്സതി ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ. പടച്ചോനെ, ഈ സ്വർഗം ഒരു മനുഷ്യൻ കേട്ടാണ്ടല്ലോ കണ്ടാണ്ടല്ലോ ഒരിക്കലും അതിൽ പ്രവേശിക്കാതിരിക്കില്ല, അത്രയും മഹത്തരമാണ്. സുമ്മ ഹഫഹ ബിൽ മകാരി. പിന്നെ അള്ളാഹു ആ സ്വർഗത്തെ വലയം ചെയ്ത് എന്തുകൊണ്ടാണോ? മകാരി, അത് നമുക്ക് അത്ര കംഫേർട്ടായ കാര്യങ്ങളായിക്കോളൂ. സ്വർഗത്തിൽ എത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ കംഫേർട്ട് സോൺ അപ്പറിലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യും? സ്വർഗത്തെ മറച്ചു. അതിന് ഓവർകം ചെയ്ത ആൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന് വീണ്ടും നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐ റബ്ബി വഇസ്സതിക് ലഖദ് ഖശീതു അല്ലാ യദ്ഖലുഹാ അഹദൻ. മറിച്ച് എനിക്ക് തോന്നുന്നത്
ഒരു മനുഷ്യൻ അങ്ങോട്ട് പ്രവേശിക്കൂല. ഈ ചലഞ്ചുകൾ ഓവർകം ചെയ്ത് ഒരു മനുഷ്യൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു. ഫലമ്മ അങ്ങനെ തന്നെ പറയുന്നത്, നരകത്തെ സൃഷ്ടിച്ചപ്പോ നബി അലൈഹി സ്വലാമിനോട് ചെന്ന് നോക്കാൻ പറഞ്ഞു. നോക്കി വന്നിട്ട് നബി അലൈഹി സ്വലാം പറയാണ്, ഇതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് പ്രവേശിക്കാൻ നോക്കൂല, എങ്ങനെയും അകന്നു നിൽക്കാൻ ശ്രമിക്കാം. അപ്പൊ അള്ളാഹു ഷഹവാത്ത് കൊണ്ട് അതിനെ മറച്ചു, അല്ലെ, മോഹങ്ങള് മോഹിപ്പിക്കുന്ന പലതുകൊണ്ടും അതിനെ മറച്ചു. നബി അലൈഹി സ്വലാം പറയാണ്, നോക്കി വന്നിട്ട്, പടച്ചോനെ പടച്ചോനെ, എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ അതിൽ പ്രവേശിക്കാതിരിക്കുമെന്ന്. ദുനിയാവിന്റെ മോഹവലയത്തിൽ പെട്ടുകൊണ്ട് മനുഷ്യരെന്ത് ചെയ്യും? അവസാനം ആ നരകത്തിലേക്ക് എത്തിപ്പെടും. അതിന്റെ കണക്ട് ചെയ്തൊരു ഹദീസിൽ പറയുന്നുണ്ട്, ആ സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് പറയും, സ്പീക്ക് ഓ ജന്ന, സ്വർഗമേ നീ സംസാരിക്കുക. സ്വർഗം പറയും, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, യഥാർത്ഥത്തിൽ ഈ വിജയത്തിലെത്തുകാരാണ് ഒരു മുഅ്മിനീങ്ങളാണ്. അപ്പോൾ മലക്കുകൾ പറയും, തൂബാ ലക്കി മൻസിലുൽ മുലൂക്. മലക്കുകൾ എന്താ പറയാ? തൂബാ ലക്കി മൻസിലുൽ മുലൂക്, നിനക്ക് അഭിവാദ്യങ്ങൾ, കാരണം നീ രാജാക്കന്മാരുടെ ഗേഹമാണ്, അല്ലെ, രാജാക്കന്മാരുടെ ഗേഹമാണ് നീ, സ്വർഗം, എത്ര അനുഗ്രഹീതയാണ് നീ എന്ന് സ്വർഗത്തോട് മലക്കുകൾ പറയാണ്. യഥാർത്ഥത്തില് നമുക്കും ആ രാജാക്കന്മാരിൽ ഉൾപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മുത്തഖീങ്ങളായാൽ മാത്രം പോരാ. നേരത്തെ പറഞ്ഞ വജഅൽനാലിൽ മുത്തഖീന ഇമാമ, അല്ലെ, മുത്തഖീങ്ങൾ ഇമാമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത്. അതിന് നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് സാധ്യതകൾ ഉൾപ്പെടണം. എല്ലാ അമലുകളിലും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളായി മാറണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വിശുദ്ധമായ റമളാൻ. ഈ റമളാന്റെ ഇനി വരുന്ന രാപ്പകലുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ആ അർത്ഥത്തില് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله